എല്ലാവരും സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ടു ജീസസ്. നോക്കുക, മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനം. വളരെ ശക്തവും വളരെ കാണാപ്പാടവും നമ്മളൊക്കെ രക്ഷയിലേക്ക് വരുന്നതിന് മുന്നേ പൂർവപിതാക്കന്മാർ തൊണ്ടപൊട്ടി പ്രസംഗിച്ചതുമായ ഒരനുഗ്രഹീത സുവിശേഷമാണ് വായിച്ച് കേൾക്കാൻ പോകുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യപടിയായി യേശു വളരെ ശക്തമായി ലോകത്തോട് വിളിച്ചറിയിച്ച ഒരു ശക്തമായ ഒരു ഉപദേശമാണ്, ഒരു പ്രബോധനമാണ് വായിച്ചു കേട്ടത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം മനുഷ്യന്റെ ഇടയിലേക്ക് ദൈവം അയക്കുവാൻ ദൈവത്തിന് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. ദൈവരാജ്യം ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് പ്ലേസ് ചെയ്യുവാൻ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവരാജ്യം മനുഷ്യന്റെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രത്യേക രീതിയുണ്ടായിരുന്നു. ദൈവരാജ്യം മനുഷ്യന്റെ ഇടയിലേക്ക് അയക്കുവാൻ ദൈവത്തിന് പ്രത്യേക സമയമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളുടെ പിന്നിലും ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഒരു പൂർണ്ണതയുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ഒരാശ്ചര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ, ദൈവരാജ്യത്തിലെ രാജാവിനെ, ദൈവരാജ്യത്തിലെ നായകനെ, നമ്മുടെ ഉടയവനെ, നമ്മുടെ രക്ഷകനെ നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവ് അയച്ചതും ഒരാശ്ചര്യത്തോടുകൂടെ ആയിരുന്നു. അവൻ്റെ ജനനം പോലും ഒരാശ്ചര്യമായിരുന്നു. കർത്താവിൻ്റെ വരവ് പോലും ഒരാശ്ചര്യമായിരുന്നു. ആ ആശ്ചര്യത്തിൻ്റെ ഉടയവനിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ഒരാശ്ചര്യം തന്നെയാണ്. യേശുവിൻ്റെ ജനനം പോലും ഒരത്ഭുതമായിരുന്നു. അതായത് മനുഷ്യ സ്പർശനമേൽക്കാത്ത കന്യകാ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായ ആ ക്രിസ്തുവിൻ്റെ, ആ യേശുവിൻ്റെ, ആ ഇമ്മാനുവേലിൻ്റെ ആ ജനനം പോലും ഒരത്ഭുതമായിരുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, പിതാവായ ദൈവം മനുഷ്യരുടെ ഇടയിൽ ദൈവരാജ്യം എന്ന ഒരു കോൺസെപ്റ്റ്, ദൈവരാജ്യം എന്ന ശക്തമായ ആ ഒരു പ്രവൃത്തി, ദൈവരാജ്യത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി പ്രസംഗിച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട്. എത്ര പ്രസംഗിച്ചാലും പറഞ്ഞാലും തീരാത്തൊരു രാജ്യമാണത്. എനിവേ, ആ ഒരു ദൈവരാജ്യം എന്ന കോൺസെപ്റ്റ് മനുഷ്യരുടെ ഇടയിൽ നൽകുന്നതിന് ദൈവത്തിന് പ്രത്യേകമായ കാരണങ്ങളുണ്ടായിരുന്നു. ദൈവരാജ്യം മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവം അറിയിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവരാജ്യം മനുഷ്യരുടെ ഇടയിൽ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചതിൻ്റെ പിന്നിൽ പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ നിങ്ങൾ കയറിയതിനും നിങ്ങളെ ദൈവം ഇതിനകത്ത് കണക്ട് ചെയ്തതിനും ഇതുപോലൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. നമ്മുടെ ഇടയിൽ ഇല്ലാതിരുന്ന, എന്നാൽ ഒരു നാൾ നമ്മുടേതായിരുന്ന, ഒന്നുകൂടെ പറയട്ടെ, ഒരു നാൾ നമ്മുടേതായിരുന്ന, പിന്നെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ട, വീണ്ടും നമുക്ക് നമ്മുടെ ഇടയിലേക്ക് പകർന്നു തന്ന, പറഞ്ഞു തന്ന, അറിയിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന ആ ദൈവ രാജ്യത്തെ നമ്മുടെ ഇടയിലേക്ക് ദൈവത്തിന് നൽകാൻ ഒരു സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയമുണ്ടെന്ന് ശലോമോൻ സഭാപ്രസംഗിയിൽ പറയുന്നത് പോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലം തികഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു പറയുന്നു, കാലം തികഞ്ഞു,
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതിനകത്തൊരു ഭയങ്കര മർമ്മം മറഞ്ഞു കിടപ്പുണ്ട്. അതിനു മുന്നേ ആ മർമ്മത്തിലേക്ക് ഞാൻ കയറുന്നതിന് മുന്നേ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറയേണ്ട ആവശ്യകതയുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷീകരണത്തിന്റെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള അവസാനത്തെ തയ്യാറെടുപ്പായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുക എന്നുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കുള്ള അവസാനത്തെ തയ്യാറെടുപ്പായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുക എന്നുള്ളത്. അതിനു മുന്നേ വളരെ ശക്തമായി പ്രാർത്ഥിച്ച് ഒരുങ്ങി നിയോഗം പ്രാപിച്ച യേശുക്രിസ്തു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില വർഷങ്ങൾ തന്നെ നീക്കിവെച്ചു. യേശുവിന്റെ ശുശ്രൂഷയിൽ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില വർഷങ്ങൾ നീക്കിവെച്ചതിന്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെയും നിങ്ങളുടെയും നടുവിൽ ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പൂർണ്ണ ചൈതന്യത്തോടെ വെളിപ്പെടുത്തുവാൻ യേശു എന്ന അഭിഷിക്തന്റെ നാവിന്റെ മൂർച്ച കൂട്ടി എന്നുള്ളതാണ്. യേശു എന്ന അഭിഷിക്തന്റെ നാവിന് മൂർച്ച കൂട്ടി എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അധികമായി പോകില്ല. യേശു ക്രിസ്തുവിന്റെ നാവിലൂടെ ഈ സുവിശേഷം പുറത്തു വന്നതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന് ഇത്രത്തോളം ചൈതന്യം, ഈ സുവിശേഷത്തിന് ഇത്രത്തോളം ശക്തി, ഈ സുവിശേഷത്തിന് ഇത്രത്തോളം പവർ. എന്താ സംശയം? ഞാൻ ഇങ്ങനെ പറയട്ടെ, പൗലോസിന്റെ വായിൽ നിന്നാണ് ഈ സുവിശേഷം പുറത്തു വന്നതെങ്കിൽ, മർക്കോസിന്റെ വായിൽ നിന്നാണ് ഈ സുവിശേഷം പുറത്തു വന്നതെങ്കിൽ, യോഹന്നാന്റെ വായിൽ നിന്നാണ് ഈ സുവിശേഷം പുറത്തു വന്നതെങ്കിൽ, ഞാൻ കരുതുന്നില്ല ഇത്രത്തോളം ഒരു പവർഫുൾ ആയിരിക്കുമെന്ന്. എന്നാൽ യേശു എന്ന മനുഷ്യ സ്പർശനം ഏൽക്കാതെ പരിശുദ്ധാത്മാവിനാൽ ഉരുവായ അഭിഷിക്തന്റെ അധരത്തിലൂടെ ദൈവരാജ്യം എന്നൊരു കോൺസെപ്റ്റും സുവിശേഷം എന്ന ശക്തിയും വാക്യവചനങ്ങളും, പ്രൈസ് ഗോഡ്, ആ വചനം തന്നെ നമ്മുടെ മുന്നിൽ അങ്ങനെ അവതരിച്ച് ആത്മചൈതന്യത്തോടുകൂടെ മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി നടന്നതുകൊണ്ടാണ്, ആ സുവിശേഷം ഇറങ്ങി നടന്നതുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സുവിശേഷത്തിന് ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കേൾക്കുക, ഒത്തിരി മനുഷ്യർ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. എന്നാൽ ആരെയും സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ കേൾക്കുന്ന എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ അഭിഷിക്തന്റെ അധരത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ അധരത്തിലൂടെ ഈ സുവിശേഷം ശക്തിയോടും അധികാരത്തോടും ചൈതന്യത്തോടും കൂടെ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ, ഹല്ലേലൂയ, ആമേൻ ആമേൻ, അളവുകോൽ പിടിച്ചോണ്ട് നിന്നവർ പോലും മാനസാന്തരപ്പെടാൻ ഇടയായി. വേദപുസ്തകം പറയുന്നു, കാലം തികഞ്ഞു. ഇനി വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കാലം തികഞ്ഞു, ആമേൻ ആമേൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവം കാണിക്കാനിരിക്കുന്ന ഒരു രാജ്യമാണ് ദൈവരാജ്യം. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പദവിയാണ്, ഒരു അനുഭവമാണ് മാനസാന്തരം എന്ന അനുഭവം. അതിനകത്തും ഒരു മർമ്മമുണ്ട്. അതേ, സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവന് മാനസാന്തരം എന്തെന്നറിയാൻ കഴിയുകയില്ല. സുവിശേഷം അറിയാത്തവന് മാനസാന്തരത്തിന്റെ ഫലങ്ങളും അനുഭവിക്കാൻ കഴിയുകയില്ല. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവന്, ആമേൻ, മാനസാന്തരപ്പെടുന്നവന് ദൈവരാജ്യമെന്ന അനുഭവം അവന്റെ സ്വന്തമാണ്. ദാ വരുന്നു, ദേ പോയി, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അത് വരുന്നു, ഇത് വരുന്നു. ഇതല്ല വേദപുസ്തകം പറയുന്ന സുവിശേഷം. സുവിശേഷങ്ങൾക്കകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നവനെ ദൈവരാജ്യത്തിന്റെ വാതിലുകൾ തുറന്ന് അവന്റെ ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന അനുഭവങ്ങളാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷത്തിന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതാണ് മനുഷ്യന് നഷ്ടപ്പെട്ടുപോയ ഏദനിലെ ജീവൻ. സുവിശേഷത്തിനകത്ത് ദൈവം നിറച്ചിരിക്കുന്നതാണ് അവൻ നഷ്ടപ്പെടുത്തിയ ദൈവരാജ്യ അനുഭവങ്ങൾ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ ശുശ്രൂഷയുടെ തയ്യാറെടുപ്പ് കേൾക്കുക. യേശുവിന്റെ ശുശ്രൂഷയുടെ തയ്യാറെടുപ്പ് യോഹന്നാന്റെ കൈക്കീഴിലെ സ്നാനത്തോടെ തീരുന്നില്ല.
യോഹന്നാന്റെ കൈക്കീഴിലെ സ്നാനത്തോടെ തീരുന്നില്ല യേശുവിന്റെ ശുശ്രൂഷയുടെ തയ്യാറെടുപ്പ്. അതിനുശേഷം ഈ വചനം എന്റെ യേശു സഭയ്ക്ക് മുന്നിൽ, ജനത്തിന്റെ മുമ്പിൽ വെക്കുന്നതിന് മുന്നേ മത്തായി പറയാത്ത, ലൂക്കോസ് പറയാത്ത, മർക്കോസ് പറയുന്ന ഒരു മർമ്മം, അല്ലെങ്കിൽ അവരെല്ലാം കാണാതെ പോയ, അവർ വിട്ടുകളഞ്ഞ ഒരു പദം മർക്കോസ് എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളിൽ എത്ര പേർ ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ യേശുവിന്റെ മേൽ ആത്മാവ് വന്നതിന് ശേഷമാണ് ഈ വാക്ക് പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചു. പക്ഷെ നമുക്ക് എല്ലാവരും ഒത്തിരി കേട്ടിട്ടുള്ളൊരു ഭാഗമാണ്, അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. ഞാനും കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്, ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങളും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ സാത്താൻ മാത്രമേ പരീക്ഷിച്ചുള്ളൂ? മരുഭൂമിയിൽ സാത്താൻ മാത്രമേ പരീക്ഷിച്ചുള്ളൂ? എന്റെ ചോദ്യം, സാത്താനെ മാത്രമേ മരുഭൂമിയിൽ യേശു കണ്ടുള്ളൂ? സാത്താനോട് കൂടെ മാത്രമായിരുന്നോ ചില സമയങ്ങൾ യേശു ചെലവിട്ടതും? സാത്താനെ മാത്രമായിരുന്നോ യേശു ക്രിസ്തു മരുഭൂമിയിൽ അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ജയിച്ചത്? വചനം മർക്കോസിൽ പറയുന്നു. എത്ര പേരുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് എനിക്കറിയില്ല, പക്ഷേ മർക്കോസ് സൂക്ഷ്മതയോടെ എഴുതി വച്ചിരിക്കുന്നു. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ച് പോന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ച് പോന്നു. വചനം കേൾക്കുക. 40 ദിവസം മരുഭൂമിയിലായിരുന്ന യേശു ക്രിസ്തു സാത്താനാൽ മാത്രമല്ല അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. മനുഷ്യരൂപത്തിലായിരിക്കാം സാത്താൻ വന്നത്, അല്ലെങ്കിൽ ഏതൊരു ഫിഗറാണോ ആ ഫിഗറിലായിരിക്കാം വന്നത്. പക്ഷേ മനുഷ്യരൂപത്തിലാണെങ്കിലും ദൂതന്റെ രൂപത്തിലാണെങ്കിലും, മൃഗങ്ങൾ എന്തായാലും ദൂതന്റെ രൂപത്തിലും മനുഷ്യന്റെ രൂപത്തിലും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കുറപ്പാണ്, എനിക്കുറപ്പാണ്. പ്രൈസ് ഗോഡ്. ദൂതനെന്ന് ഞാൻ ഉദ്ദേശിച്ച വീണുപോയ ദൂതന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ കേൾക്കുക, യേശു അവിടെ ഒരേ സമയം 40 ദിവസം ഫേസ് ചെയ്യുന്നത് സാത്താനെ മാത്രമല്ല, കാട്ടുമൃഗങ്ങൾ എന്ന ഒരവസ്ഥയെ കൂടെയാണ്. കാട്ടുമൃഗങ്ങൾ എന്നതായാലും യേശുവിനെ വന്ന് നക്കി തുടയ്ക്കാനൊന്നും പോകുന്നില്ല. യേശു തടവാൻ വേണ്ടി വന്ന് അടുത്തിരിക്കാനും പോകുന്നില്ല. കാട്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ അറിയാം കാടിന്റെ അവസ്ഥ എന്താന്നുള്ളത്. കാടിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ കഞ്ഞിക്കരിയില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാടിന്റെ ആ ഒരു സൈലൻസ്, അതിനകത്ത് ഉള്ള നമ്മുടെ ആ പേടിപ്പിക്കുന്ന അനുഭവം. അപ്പൊ അതിനകത്തിരിക്കുന്ന മൃഗങ്ങളും എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ. ദാവീദിന്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. എനിവേ, വിശുദ്ധ ബൈബിൾ പറയുന്നു കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു 40 ദിവസം യേശു ക്രിസ്തു ഒരേ സമയം മല്ല് പിടിച്ചത്. ഒരേ സമയം കാട്ടുമൃഗത്തിന്റെ അനുഭവത്തെയും അതേസമയം പിശാചിന്റെ പ്രവൃത്തികളെയും ജയിക്കാനും വേണ്ടി യേശുവിൻ്റെ മേൽ സ്നാനമേറ്റതിനു ശേഷം പിതാവ് പകർന്ന അഭിഷേകത്തിന്റെ ശക്തി, പിതാവ് പകർന്ന ആത്മാവിന്റെ ശക്തി എത്ര വലുതായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തു നോക്കിക്കേ. ഗ്ലോറി ടു ഗോഡ്. ഇതെല്ലാം ഈ 40 ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം യേശു അറിഞ്ഞ ഒരു വലിയ സത്യമാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാലം തികഞ്ഞിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. ഞാൻ ഈ പറയുമ്പം ഇതൊരു പ്രവചന ശബ്ദമായി ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടും, അതെനിക്കറിയാം. അതേ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ വിടുതലിന്റെ സമയം അടുത്തിരിക്കുന്നു. നീ കണ്ണുനീർ കുടിക്കേണ്ട സമയം, നീ കണ്ണുനീർ കുടിച്ച് അതിൽ നിന്ന് പുറത്തു വരേണ്ട സമയം അടുത്തിരിക്കുന്നു. നിന്നെ യേശു തൊടാനുള്ള സമയം അടുത്തിരിക്കുന്നു. നിന്നെ യേശു നിന്റെ വീട്ടിൽ ഇറങ്ങി വരാനുള്ള ദിവസം അടുത്തിരിക്കുന്നു. നീ വിശ്വസിച്ച സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടാനുള്ള കാലം അടുത്തിരിക്കുന്നു. അല്ല,
തികഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ലേ വചനം പറയുന്നത്? തികഞ്ഞിരിക്കുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ ദൈവരാജ്യത്തിന്റെ അവസ്ഥകൾ നിന്റെ അനുഭവമായി തീരുന്നത് നീ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. സുവിശേഷത്തിൽ ഒറ്റ ഹീറോയേ ഉള്ളൂ, അത് കർത്താവാകുന്ന യേശുക്രിസ്തുവാണ്. സുവിശേഷത്തിൽ ഒറ്റ പ്രസംഗകനേ ഉള്ളൂ, അത് കർത്താവാകുന്ന യേശുക്രിസ്തുവാണ്. ആദ്യമായി ദൈവരാജ്യം എന്ന അനുഭവത്തെയും കോൺസെപ്റ്റും മനുഷ്യരുടെ ഇടയിൽ തന്ന ഒരൊറ്റ വീരനേ ഉള്ളൂ, ഒരൊറ്റ ചൈതന്യവാനേ ഉള്ളൂ, അത് കർത്താവാകുന്ന യേശുക്രിസ്തുവാണ്. ഇന്ന് രാത്രിയിലും ഈ സുവിശേഷത്തിന്റെ ശക്തിയിൽ നിന്റെ വീടിനകത്തെ സമയത്തെ ദൈവം തിരിക്കും, നിന്റെ ജീവിതത്തിലെ സമയത്തെ ദൈവം തിരിക്കും, നിന്റെ കാലങ്ങളെ ദൈവം തിരിക്കും. സുവിശേഷത്തിന്റെ ഒരു ഭയങ്കര മാഗ്നറ്റിക് പവറാണ്. അത് വിശ്വസിക്കുന്നവന്റെ കാലങ്ങളെ തിരിക്കും, അത് വിശ്വസിക്കുന്നവന്റെ സമയങ്ങളെ തിരിക്കും, അത് വിശ്വസിക്കുന്നവന്റെ ജീവിതത്തെ തിരിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾ അറിയാത്ത ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ചിലരെ നോക്കി യേശു പ്രവചിച്ചു പറഞ്ഞു, ഹേയ് മനുഷ്യ, ഹേയ് മൂഢ, ഹേയ് വിഡ്ഢി, ഹേയ് കാലങ്ങളെ നോക്കാൻ അറിയാത്തവനെ, ശ്രദ്ധിച്ചു കേൾക്ക്. കാലം തികഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യവും സമീപിച്ചിരിക്കുന്നു. കാലങ്ങളെ അറിയാത്തവന് ദൈവരാജ്യത്തെ അറിയാൻ കഴിയത്തില്ല. സമയങ്ങളെ വിവേചിക്കാത്തവന് ദൈവരാജ്യത്തെ അറിയാൻ കഴിയത്തില്ല. കാലങ്ങളെ അവൻ സൂക്ഷ്മതയോടെ പഠിക്കാത്തവന് ദൈവരാജ്യത്തിന്റെ വ്യത്യാസങ്ങളെയും അവസ്ഥകളെയും അവസരങ്ങളെയും പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യേശു ശക്തിയോടെ സുവിശേഷം പറയുന്നു, ഹേ മനുഷ്യ, ഇനിയും സമയമുണ്ട്, നാളെയും സമയമുണ്ട്, അടുത്ത ദിവസം സമയമുണ്ട്. നാളെ പ്രാർത്ഥിക്കാം, നാളെ സ്നാനമേൽക്കാം, നാളെ മാനസാന്തരപ്പെടാം, നാളെ രക്ഷിക്കപ്പെടാം, നാളെ മദ്യപാനം നിർത്താം, നാളെ പുകവലി നിർത്താം, നാളെ പാപജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് നാളെ നാളെ നീളെ നീളെ എന്ന് പഴമൊഴി പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ, ശ്രദ്ധിച്ച് കേൾക്ക്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. നിങ്ങൾ ആത്മാവിലേക്ക് ഒന്ന് പ്രവേശിച്ച്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. ആകയാൽ നീ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ, മാനസാന്തരപ്പെടുക. മനുഷ്യ, നീ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ, മാനസാന്തരപ്പെടുക. മനുഷ്യ, നീ ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ, മാനസാന്തരപ്പെടുക. നിന്റെ മാനസാന്തരമില്ലായ്മ കൊണ്ട് ദൈവരാജ്യം നിന്റെ ഭവനത്തിൽ വരാതിരിക്കുന്നില്ല. നിന്റെ മാനസാന്തരമില്ലായ്മ കൊണ്ട് നിന്റെ സമയം അനുകൂലമാകാതെയും ഇരിക്കുന്നില്ല. പക്ഷേ നിനക്ക് അനുകൂലമായ സമയം നിന്റെ മാനസാന്തരമില്ലായ്മ കൊണ്ട് നീ അറിയാതെ പോകുന്നു. കമോൺ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? എത്ര പേർക്ക് ഞാൻ പറയുന്ന ആശയം പിടികിട്ടുന്നു? നിങ്ങളുടെ മാനസാന്തരമില്ലായ്മ കൊണ്ട് ദൈവത്തിന്റെ സമയം നിന്റെ അരികിൽ വന്നെത്താതിരിക്കുന്നില്ല. നിങ്ങളുടെ മാനസാന്തരമില്ലായ്മ കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതെയും വെളിപ്പെട്ടുകൂടാതെയും ഇരിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ സമയം നിന്റെ ജീവിതത്തിലായി കഴിയുമ്പോൾ, ആ കാലം നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ആ കാലം, ആ സമയം, ആ വിടുതൽ നീ അറിയാതെ പോകുന്നു. നീ അറിയാതെ പോകുന്നു. നിന്നെ തൊടാനുള്ള സമയം ദൈവം നിന്റെ അരികിൽ വന്നാലും മാനസാന്തരമില്ലായ്മ കൊണ്ട്, മനസ്സിന്റെ കഠിനത കൊണ്ട്, ഹൃദയത്തിന്റെ കാഠിന്യം കൊണ്ട് നിന്റെ സമയത്തെ, നിന്റെ വിടുതലിനെ നീ കാണാതെ പോകുന്നു. നിന്റെ വിടുതലിനെ നീ അറിയാതെ പോകുന്നു. നാമത്തിൽ എത്ര പേർ ഇന്ന് രാത്രിയിൽ ഈ വചനം സ്വീകരിക്കുന്നു, ഈ വചനം ഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇതിനു മുന്നേ വിടുതലുകൾ വരേണ്ട സമയമായി. അവരുടെ അരികിൽ ദൂതന്മാർ വരെ ഇറങ്ങിയ സമയങ്ങൾ ഉണ്ടാകും. പക്ഷെ വിശുദ്ധ ബൈബിൾ ഒന്നേ പഠിപ്പിക്കുന്നുള്ളൂ. അതാരാ പഠിപ്പിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു ഒന്നേ പഠിപ്പിക്കുന്നുള്ളൂ. എന്താ പഠിപ്പിക്കുന്നത്? കാലം തികഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. പക്ഷേ ഉറങ്ങിയിരിക്കുന്നവൻ അറിയുന്നില്ല. കാലം തികഞ്ഞു കുഞ്ഞേ, ദൈവരാജ്യത്തിന്റെ വക്താവും നമ്മുടെ അരികിൽ എത്തി കുഞ്ഞേ, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളും നമ്മൾ അറിഞ്ഞു തുടങ്ങി കുഞ്ഞേ. പക്ഷെ പലരും കേൾക്കുന്നതേ ഉള്ളൂ, അറിയുന്നില്ല. പലരും ദൈവരാജ്യം കേൾക്കുന്നതേ ഉള്ളൂ, അറിയുന്നില്ല. പലരും ദൈവരാജ്യത്തെ മറ്റെന്തൊക്കെയോ ആയി ചിത്രീകരിക്കുമ്പോൾ, ആ ദൈവരാജ്യത്തിനകത്ത് എനിക്ക് വേണ്ടി ദൈവം മറച്ചിട്ടിരിക്കുന്ന കാലത്തെ അറിയാത്ത ചിലർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ, ആ കാലം ഇന്നാണ്, ആ സമയം ഇന്നാണ്. കമോൺ, നിന്റെ സമയം ഇന്നാണ്. നിങ്ങളുടെ മാനസാന്തരമില്ലായ്മ കൊണ്ട് നിങ്ങളുടെ അരികിൽ വന്നെത്തിയിരിക്കുന്ന ദൈവിക സമയം നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം.
നിങ്ങളുടെ മാനസാന്തരമില്ലായ്മ കൊണ്ട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം, നിങ്ങളുടെ ഹൃദയത്തിന്റെ പരിച്ഛേദന കുറവ് നിമിത്തം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന, ദൈവം നിങ്ങളുടെ അരികിൽ കുറിച്ചിട്ടിരിക്കുന്ന സമയങ്ങളെ നിങ്ങൾ അറിയുന്നില്ല മാത്രം. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല. ഒരിക്കൽ മത്തായി എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ, മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശു ഗലീലയിലെ പ്രഭാഷണം കഴിഞ്ഞ് യോർദാൻ അക്കരെ വരെ പോയി നിന്നപ്പോ യേശുവിനോട് പരീശന്മാർ വന്ന് ഇങ്ങനെ ചോദിച്ചു, ഏത് കാര്യം കൊണ്ടും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ഏത് കാര്യം കൊണ്ടും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? അപ്പൊ യേശു ഉടൻ മറുപടി പറഞ്ഞത്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. വാക്ക് കേട്ടോ, യേശു പറഞ്ഞ വാക്ക് കേട്ടോ, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ശംധുനി, നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ദൂത് കൊള്ളുന്നു എന്ന് എനിക്കറിയത്തില്ല. ആദിയിൽ അങ്ങനല്ലായിരുന്നു. യേശു പറഞ്ഞ വാക്കാ, ആദിയിൽ അങ്ങനല്ലായിരുന്നു. പറയും, ഇത് പ്രവചന ശബ്ദമാണ്, ഞാൻ അറിയുന്നു. ആദിയിൽ അങ്ങനല്ലായിരുന്നു. അപ്പൊ ആദിയിൽ അങ്ങനെ അല്ലാതിരുന്നത്, എന്നിട്ടത് ആദിയിൽ പിന്നെ അങ്ങനെ ആയത്, എന്നിട്ട് പിന്നെ ആദിയിൽ ഉണ്ടായിരുന്നത് പോലെ നമ്മെ ആക്കിയത്. എത്ര പേർക്ക് ഞാൻ പറയുന്ന വാക്ക് ഗ്രഹിക്കുന്നു? ആദിയിൽ അങ്ങനെ അല്ലായിരുന്നത്. എന്തായിരുന്നു ആദിയിൽ അങ്ങനെ അല്ലായിരുന്നത്? പാപമില്ലായിരുന്നു. ദൈവരാജ്യത്തിന്റെ ഭയങ്കരമായ പ്രഭയിൽ, ശോഭയിൽ, ഐശ്വര്യത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ. അപ്പൊ ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ആദിയിൽ അങ്ങനെയായി. എങ്ങനെയായി? ആമേൻ. അനുസരണക്കേട് നിമിത്തം, പാപം കേറിയത് നിമിത്തം പിന്നെ ആദിയിൽ അങ്ങനെയായി. എന്തായി? ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ, ആ മാനിഫെസ്റ്റേഷൻ, അപ്രഭ, ശോഭ, ചൈതന്യം, ഐശ്വര്യം, വസ്ത്രം എല്ലാം മാറിപ്പോയത്. റൈറ്റ്? ക്ലിയർ? യു ഗോട്ട് ഇറ്റ്? പിന്നെ ആദിയിൽ എങ്ങനെ ആയിരുന്നോ ആകേണ്ട പോലെ ആക്കിയ അനുഭവം, അതാണ് പുതിയ സുവിശേഷം, പുതുനിയമ സുവിശേഷം. പണ്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനല്ലായിരുന്നു. ആദിയിൽ ഇങ്ങനല്ലായിരുന്നു. ആദിയിലെ വിശ്വാസം ഇങ്ങനല്ലായിരുന്നു. ആദിയിൽ വചനം സ്വീകരിക്കുന്ന മനോഭാവം ഇങ്ങനല്ലായിരുന്നു. ആദിയിൽ വചനം കേൾക്കാനുള്ള ത്വര ഇങ്ങനല്ലായിരുന്നു. ആദിയിൽ വചനം കേൾക്കുമ്പോഴുള്ള അനുഭവങ്ങൾ ഇങ്ങനല്ലായിരുന്നു. പക്ഷേ ആദിയിലെ പോലെ ഇന്നുമാക്കി തീർക്കാൻ, അൽമാന ഹസ്ത, ആദിയിലെ പോലെ ഇന്നുമാക്കി തീർക്കാൻ കാലം തികഞ്ഞു. Hallelujah, ഒരു mighty anointing ഞാൻ ഇതിനകത്ത് അനുഭവിക്കുകയാണ്. ആദിയിലെ പോലെ ഇന്നുമാക്കി തീർക്കാൻ, ആദിയിലെ പോലെ ഇന്നുമാക്കി തീർക്കാൻ, ആദ്യ അനുഭവങ്ങളെ പോലെ ഇന്നുമാക്കി തീർക്കാൻ അവൻ നമ്മുടെ നടുവിലുണ്ട്. യേശു നമ്മുടെ നടുവിലുണ്ട്. യേശു നമ്മുടെ നടുവിലുണ്ട്. യേശു വന്നിട്ടുണ്ട്. അവൻ പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. നിന്നിൽ നിന്നും അകന്നു നിന്നിരുന്ന ദൈവരാജ്യം, നിന്റെ കയ്യെത്തും ദൂരത്ത് നിന്ന് അകന്നു നിന്ന ദൈവരാജ്യം യേശുവിന്റെ വരവ് നിമിത്തം അത് അടുത്തു വന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. Come on, somebody sing. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. How many people feel that presence of God? ഇന്ന് രാത്രിയിൽ ഞാൻ അറിയുന്നു പ്രിയപ്പെട്ടവരെ, അവന്റെ സാന്നിധ്യം ഞാൻ ഇരിക്കുന്ന മുറിയിലുണ്ട്. His presence is here. I can feel His mighty fragrance around me. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തും ഈ മഹാസാന്നിധ്യം ഈ സമയം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മീറ്റിംഗിന്റെ ആദ്യ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഈ ദൈവത്തിന്റെ മൈറ്റി പ്രസൻസ്, കാലം തികഞ്ഞു കേട്ടോ. നീ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് ഞാൻ പറയും. നിങ്ങൾ ആ ദൈവ സാന്നിധ്യം ഹോസ്റ്റ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു എന്ന് ഞാൻ പറയും. കാരണം യേശു അത് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സമീപിച്ചിരിക്കുന്നു, സമീപിച്ചിരിക്കുന്നു. അവൻ നിന്റെ വീടിനോട് സമീപിച്ചിരിക്കുന്നു. എവിടെ ദൈവരാജ്യമുണ്ടോ അവിടെ എന്റെ യേശു ഉണ്ട്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്
എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നു യേശുവേ. പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവൻ ജീവിക്കുന്നത് എൻ്റെ ഉള്ളത്തിലാണ്. ആ ദൈവരാജ്യം എൻ്റെ ഉള്ളത്തിലാണ്. ആ അനുഭവങ്ങൾ എൻ്റെ സ്വന്തമാണ്. സ്പിരിറ്റ് ഓഫ് ഗാഡ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാൻ ഇത് വിടുതൽ ആഗ്രഹിക്കുന്ന എല്ലാവരോടായി ഞാൻ പറയുന്നു, കാലം തികഞ്ഞത് ഇതിനു മുന്നേ തികഞ്ഞു. നിങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രം. ഞാൻ അറിഞ്ഞില്ല എന്ന് മാത്രം. ഞാൻ സുവിശേഷ പ്രസംഗത്തിന് ഇറങ്ങുന്ന വയസ്സല്ലായിരുന്നു എന്റെ കാലം തികഞ്ഞ സമയം. ഞാൻ സുവിശേഷ പ്രസംഗത്തിന് ഇറങ്ങുന്ന സമയമല്ലായിരുന്നു എന്റെ കാലം തികഞ്ഞ സമയം. അതിനു മുന്നേ തികഞ്ഞു മാൻ. പക്ഷേ ഞാൻ അറിഞ്ഞില്ല മാത്രം. ഞാൻ അറിഞ്ഞില്ല മാത്രം. ദൈവരാജ്യം എന്റെ അരികിൽ വന്ന ആദ്യ സമയം ഞാൻ അറിഞ്ഞില്ല. എത്രയോ സമയങ്ങൾ, അവസരങ്ങളായി ദൈവരാജ്യം എന്റെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. ഇതിനു മുന്നേ ഈ പ്ലാറ്റ്ഫോമിൽ കേട്ട വചനങ്ങൾ ചില ദിവസം നിങ്ങൾ പറഞ്ഞു, എന്നോടല്ല, ഇന്ന് എനിക്കുള്ള ദൂതല്ല, ഇതെന്നോടല്ല. നിങ്ങളത് അറിഞ്ഞില്ല മാൻ. അത് നിങ്ങളോടായിരുന്നു. പക്ഷെ അതിനകത്തുള്ള ദൈവരാജ്യത്തിന്റെ സത്ത് അരിച്ചെടുക്കാനുള്ള പക്വത എനിക്കായില്ല മാത്രം. ഹല്ലേലൂയ. എത്ര പേർ മനസ്സിലാക്കുന്നു ഞാൻ പറയുന്നതിന്റെ സത്യസന്ധതയോടെ? നിങ്ങൾ എത്ര പേർക്ക് ആ വചനം പിടികിട്ടുന്നുണ്ട്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോ നമ്മുടെ മനസ്സിന് വരേണ്ടുന്ന ഒരു പരിച്ഛേദനയാണ് എന്റെ സമയങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമ്മുടെ മനസ്സിന് വരേണ്ട മാറ്റമാണ് എന്റെ സമയങ്ങളെ എന്നെ അറിയിച്ചു തരുന്നത്. എന്റെ മനസ്സിന് വരേണ്ടുന്ന രൂപാന്തരങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ സമയങ്ങളെ ഞാൻ പിടിച്ചെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവർത്തികളെ എനിക്ക് മനസ്സിലാക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഐ എം സോറി, ഞാൻ ഒരു വചനം പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് മത്തായി എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. മത്തായി എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ പരീക്ഷിക്കാൻ പരീക്ഷന്മാർ ചോദിച്ചു, എന്ത് കാരണം കൊണ്ടും ഏതുകൊണ്ടും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ഇത് ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു ഡെലിവറൻസിന് വേണ്ടി കർത്താവ് അയക്കുകയാണ്. ഇത് ഫാമിലിയുമായി ബന്ധപ്പെട്ട്, കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ലൈഫിലേക്ക് ഈ വചനം പിടിച്ചെടുത്ത് ഡിക്ലെയർ ചെയ്യുക. അപ്പോ പറഞ്ഞു, ആദിയിൽ അങ്ങനല്ലായിരുന്നു. എനിക്കും അറിയാം നിങ്ങളുടെ ആദി ഇങ്ങനല്ല, ആദിയിൽ ഇങ്ങനെയും അല്ലായിരുന്നു. എന്നാൽ ആദിയിലായിരുന്ന ഒരു അനുഭവത്തിലേക്ക്, രണ്ടുമായിരുന്നതാണ്. ആദ്യത്തെ ദൈവരാജ്യ അനുഭവം, പിന്നെ പാപത്തിന്റെ അവസ്ഥകൾ, ദൈവ സാന്നിധ്യം മാറിയ അവസ്ഥയിൽ നിന്ന് വീണ്ടും റിസ്റ്റോർ ചെയ്തെടുത്ത അവസ്ഥയാണ് ദൈവരാജ്യത്തിന്റെ അനുഭവം. ഓക്കെ, അപ്പൊ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ആദിയിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പുരുഷനിൽ നിന്ന് അവളെ എടുത്തിരിക്കൊണ്ട് സ്ത്രീ അമ്മയും അപ്പനെയും വിട്ട് പുരുഷനോട് പറ്റിച്ചേരും. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ, വാക്ക് ശ്രദ്ധിക്കുക, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. പ്രൈസ് ടു ജീസസ്. ഈ വാക്കിനകത്ത് ഒരു ഭയങ്കര ജീവനില്ലേ? ദൈവം യോജിപ്പിച്ചത് മനുഷ്യനെ മാത്രം അല്ല. ദൈവം യോജിപ്പിക്കാത്തത് ഒന്നും ഇന്ന് എന്നിലും എൻ്റെ ശരീരത്തിലും ഇല്ല. ദൈവം യോജിപ്പിച്ചതിനകത്തെല്ലാം ഒരു പൂർണ്ണതകളുണ്ട്. ദൈവം യോജിപ്പിച്ചതിനകത്തെല്ലാം
ഒരു ജീവനുണ്ട്. പക്ഷേ അതിൻ്റെയും നടുവിൽ കൈ കടത്തരുത് എന്ന് ദൈവം നിഷ്കർഷിക്കുന്നത് മനുഷ്യനെ നോക്കിയാണ്. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളുമായി കണക്ട് ചെയ്തതിനെ വേർപിരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ മാനുഷിക ശക്തികളും ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തിയിൽ ഉടയുകയാണ്. എനിക്കറിയാം ഈ മെസ്സേജ് ആർക്കൊക്കെയോ വേണമെന്നറിയാം. നിങ്ങളെയും ദൈവത്തെയും തമ്മിലുള്ള ബന്ധത്തെ, നിങ്ങളും ദൈവവും തമ്മിലുള്ള യോജിപ്പിനെ ബ്രേക്ക് ചെയ്യുന്നത് പോലും ഒരു മനുഷ്യന്റെ ഇടപെടലായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവരാജ്യത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന അവസ്ഥയെ പോലും ബ്രേക്ക് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ഇടപെടലായിരിക്കാം. നിങ്ങളെയും നിങ്ങളുടെ ദൈവവും ആയിട്ടുള്ള ആ യോജിപ്പിനെ, ആ ഒരു ഇന്റഗ്രേഷനെ, ആ ഒരു യൂണിറ്റിയെ, ആ ഒരു ഐക്യതയെ ബ്രേക്ക് ചെയ്യുന്നത് പോലും ഒരു മനുഷ്യന്റെ സ്വഭാവമോ പ്രതികരണങ്ങളോ അവന്റെ ഇടപെടലോ അവന്റെ കൈകെടുത്തലുകളോ അവന്റെ ദുർബുദ്ധിയോ ഒക്കെ ആയിരിക്കാം. പക്ഷെ വേദപുസ്തകം പറയുന്നു, കേൾക്കടോ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ, വേർപിരിക്കുന്നവനയ്യോ കഷ്ടം, വേർപിരിക്കുന്നവനയ്യോ കഷ്ടം. ഞാനൊരു ദൂത് കൈമാറുകയാണ്. ദൈവം നിലനിർത്തിയിരിക്കുന്നതിനെ, ദൈവം പണിതുകൊണ്ടിരിക്കുന്നതിനെ, ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനെ, ദൈവം യോജിപ്പിച്ചു വച്ചിരിക്കുന്നതിനെ വേർപിരിക്കുമെന്ന് പറയുന്ന, വേർപിരിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന, വേർപിരിച്ചു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന, അത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യർ തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ, ദൈവം ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന നന്മയുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, എന്തിൽ നിന്നെങ്കിലും ഒരു ശക്തിയോടെ ബന്ധിപ്പിച്ചിരിക്കുന്നതിനെ മനുഷ്യന്റെ ശക്തിയാൽ വേർപിരിക്കാൻ ശ്രമിച്ചാൽ, മനുഷ്യന്റെ കൈകടത്തലുകൾ വേർപിരിക്കാൻ ശ്രമിച്ചാൽ, ഇന്ന് രാത്രി അങ്ങനത്തെ അവസ്ഥകളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ, ഭാവിയിൽ, ശരീരത്തിൽ, ആത്മാവിൽ ദൈവരാജ്യത്തിന്റെ ശക്തി ഇറങ്ങി നിന്നുകൊണ്ട് പറയുന്നു, കാലം തികഞ്ഞു, ആ കെട്ടുപൊട്ടി പുറത്തു വരാനുള്ള സമയം തികഞ്ഞു. ആമേൻ. ആകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുക. ജീസസ്, പ്രൈസ് ഗോഡ്. പറഞ്ഞു. അപ്പൊ പിന്നെ മോശ പറഞ്ഞല്ലോ ഉപേക്ഷണ പത്രം കൊടുത്ത് സ്ത്രീയെ ഉപേക്ഷിക്കാമെന്ന്. യേശു പറഞ്ഞു, ഡോ, അത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമായി മോശ അങ്ങനെ പറഞ്ഞത്. യേശു പറഞ്ഞ വാക്ക് കണ്ടോ നിങ്ങളുടെ. അപ്പൊ അവിടെയും പറയുന്നു, മോശ പറഞ്ഞല്ലോ ഉപേക്ഷണ പത്രം കൊടുത്ത് സ്ത്രീയെ ഉപേക്ഷിക്കാന്ന്. അവിടെയും യേശു പറയുന്നു, ആദിയിൽ അങ്ങനല്ലായിരുന്നു. കണ്ടോ, ആദിയിൽ അങ്ങനെ 2 പ്രാവശ്യം യേശുവിന്റെ വായി കൊണ്ട് യേശു പറയുന്ന വാക്കാണ്, ആദിയിൽ അങ്ങനല്ലായിരുന്നു. ഞാനൊരു ദൂത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അംഗസംഖ്യ എണ്ണുക. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രശ്നക്കാരനെ മുന്നിലേക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് കൊണ്ടുവരിക. ഞാൻ പറയുന്നു, അവന്റെ ആദിയിൽ അവൻ അങ്ങനല്ലായിരുന്നു. നിങ്ങളുടെ മക്കൾ, അവരുടെ പഠനമായിരിക്കാം, അവരുടെ സ്വഭാവമായിരിക്കാം, അവരുടെ ബിഹേവിയർ ആയിരിക്കാം, അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കാം, അവരുടെ ഹാബിറ്റ്സ് ആയിരിക്കാം, അവരുടെ ക്യാരക്ടർ ആയിരിക്കാം, എന്നതായിക്കോട്ടെ. പക്ഷെ ആദിയിൽ അങ്ങനല്ലായിരുന്നു. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫെ നിങ്ങൾ കൊണ്ടുവരിക, അത് ആദിയിൽ അങ്ങനല്ലായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം അത് ആദിയിൽ അങ്ങനല്ലായിരുന്നു. നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധവും വിശ്വാസവും അത് ആദിയിൽ അങ്ങനല്ലായിരുന്നു. നിങ്ങളുടെ വിശുദ്ധ ജീവിതം അത് ആദിയിൽ അങ്ങനല്ലായിരുന്നു. ആദിയിൽ പാപത്തിന് സ്വാധീനമില്ലായിരുന്നു. കാരണം വിശുദ്ധിക്ക് മാത്രം പൂർണ്ണത ഉണ്ടായിരുന്ന ഒരു സമയം മനുഷ്യന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. വിശുദ്ധി, ആ ഗ്ലോറിയസ് ലെവൽ മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അന്നില്ലാത്തതെല്ലാം ഇന്നുണ്ട് എന്ന് മനുഷ്യർ സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നു. കാരണം ആദിയിൽ അങ്ങനല്ലായിരുന്നു. ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ ഒരു റിസ്റ്റോറേഷൻ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ഈ സുവിശേഷത്തിലും ഈ വചനത്തിലും വിശ്വസിക്കുന്നവന്റെ, ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവന്റെ സമയങ്ങളെ ദൈവം തിരിക്കും, കാലങ്ങളെ ദൈവം തിരിക്കും. അവന്റെ അതിനുള്ളൊരു മാഗ്നറ്റിക് പവർ ഈ സുവിശേഷത്തിനകത്തുണ്ട്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. ഇപ്പോഴും ഉറങ്ങുന്ന ആൾക്കാരുണ്ട്.
ഇപ്പോഴും ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുന്നവരുണ്ട്. നാളെ 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 നാളെ. നോ നോ മൈ ഡിയർ ഫ്രണ്ട്, നാളെ എന്നൊരു സമയം മനുഷ്യന് ഇല്ല. മൂടാ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കും. ജീസസ്, നിങ്ങളുടെ റൂമിൽ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നൊരു ദൂതനുണ്ട്. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നു എന്ന് റെക്കോർഡ് ചെയ്യുന്ന ദൈവത്തിന്റെ സേവകാത്മാക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ സുവിശേഷം നിങ്ങൾ കേട്ടില്ല എന്ന് പറയാൻ കഴിയത്തില്ല. മാനസാന്തരപ്പെടാൻ സമയമായി സഹോദര, മാനസാന്തരപ്പെടാൻ സമയമായി സഹോദരി. ഈ ഹൃദയത്തിനകത്ത് വെച്ചിരിക്കുന്ന കയ്പും വിദ്വേഷവും പകയും അശുദ്ധിയും ദുഷ്കാമവും വെറിക്കൂത്തും ആകുല ചിന്തയും പണത്തിനോടുള്ള കൊതിയും വെട്ടിപ്പിടിക്കലും ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ലായ്മയും ഈ തന്നിഷ്ടവും അഹംഭാവവും അഹങ്കാരവും ജാടയും നികളവും എല്ലാം ഒഴിവാക്കി കർത്താവിന്റെ വരവിനെ എതിരേൽക്കാൻ ഒരു സഭ എഴുന്നേൽക്കേണ്ട, ഒരു വിശുദ്ധഗണം എഴുന്നേൽക്കേണ്ട സമയമായി സഹോദരി സഹോദര. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയെ പോലും കർത്താവിന്റെ വരവിങ്കൽ ആമേൻ ദൈവം എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ആലയത്തിൽ പോകാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം. പക്ഷെ ഇതെല്ലാം അറിഞ്ഞ ദൈവം, ആമേൻ, ഇതെല്ലാം അറിഞ്ഞ ദൈവം കാലവിളംബം കൂടാതെ നിന്റെ വിരൽ തുമ്പ് വരെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എത്തിക്കുവാൻ യുഗങ്ങൾക്ക് മുന്നേ പദ്ധതിയിട്ടത് കൊണ്ടാണ് പ്രൈസ് ഗോഡ് ഇന്ന് ഈ സംവിധാനത്തിലൂടെ ഈ വലിയ സുവിശേഷ പ്രസംഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, മാനസാന്തരപ്പെടുക. ദൈവരാജ്യത്തിന്റെ നന്മകൾ അനുഭവിക്കണമോ? മാനസാന്തരപ്പെടുക. ദൈവരാജ്യത്തിന്റെ സമൃദ്ധി അനുഭവിക്കണമോ? മാനസാന്തരപ്പെടുക. വചനത്തിന്റെ വിടുതലുകൾ പ്രാപിക്കണമോ? മാനസാന്തരപ്പെടുക. യേശുവിനെ കാണണമോ? മാനസാന്തരപ്പെടുക. ഇന്നും നോക്കുക, എന്റെയും നിങ്ങളുടെയും ഒക്കെ ഈ റൂമിനകത്ത് എന്റെ യേശു വന്ന് നിന്നിട്ട് പോലും ആ സാന്നിധ്യം മാത്രമായി എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നതും അവനെ എന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത തരത്തിലുമുള്ളതിന്റെ കാരണം ഇനിയും ഞാനും നിങ്ങളും എവിടൊക്കെയോ ശുദ്ധീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം പാട്ടുകാരൻ പറയുന്നു, യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥകളെ മാറ്റാൻ. നിങ്ങൾ പറ, എന്റെ അവസ്ഥ മാറ്റിയിട്ട് യേശു അങ്ങ് പോയാ മതിയോ? എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കാണണ്ടേ? എനിക്ക് എന്റെ യേശുവിനെ, നിങ്ങളുടെ അവസ്ഥകൾ മാറ്റുന്ന യേശുവിനെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ? നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ഹല്ലേലൂയ. നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്കൊന്ന് കാണണ്ടേ? അതോ എന്റെ അവസ്ഥ മാറിയാ മതിയോ? എനിക്ക് കാനഡയിൽ പോയി കാനഡ എന്ന രാജ്യം കണ്ടാ മതിയോ? US എന്ന രാജ്യം കണ്ടാ മതിയോ? ഈ ഭൂമിയിൽ വിട്ടേച്ചു പോകേണ്ട രാജ്യവും, ഈ ഭൂമിയിൽ കളഞ്ഞിട്ട് പോകേണ്ട സമ്പത്തും, ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകേണ്ട വസ്ത്രവും, ഈ ഭൂമിയിൽ അഴുകിപ്പോയി മറപ്പുരയിൽ പോകുന്ന ഭക്ഷണവും കളഞ്ഞിട്ട് ദൈവരാജ്യം എന്ന സമൃദ്ധിയിലേക്ക് ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെട്ടവൻ കേറി വരാൻ കഴിഞ്ഞാൽ, ശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ പിശാചിന്റെ പ്രവർത്തികളെ അവന്റെ കാൽവറി ക്രൂശിൽ തകർത്തതിനെ ചവിട്ടി പിടിച്ചതുപോലെ ഈ രാജ്യത്തിൽ നിന്റെ മുന്നേറ്റത്തിനും നിന്റെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കും വിരോധമായിരിക്കുന്നതിനെ നിങ്ങളും ചവിട്ടിപ്പിടിക്കും. അതിനായി യേശു വന്നിട്ടുണ്ട്. അതിനായി യേശു വന്നിട്ടുണ്ട്. ഓ, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. ഈ സുവിശേഷം ഒരുവനിലൂടെ ജീവിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് ആ സുവിശേഷമായി തന്നെ നമ്മുടെ അരികിലെത്തിയത്. കേട്ടെ, ഒന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾക്ക് എടുക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാമത്തെ അധ്യായം. ഓ എന്നേശു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ
സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. എനിക്ക് ഈ വാക്യമൊക്കെ ഇങ്ങനെ വായിക്കാനേ അറിയത്തുള്ളേ, ഒന്നും തോന്നല്ലേ. ഈ സുവിശേഷം, ഈ വചനം എന്നൊക്കെ പറയുന്നത് അതൊരു ലഹരിയായി മാറണം. അതൊക്കെ ഒരു ലഹരിയായി മാറണം. ഈ വചനം നമ്മൾ വായിക്കുന്നത് പാസ്റ്റർക്കൊന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഓടിച്ച് സഭയെ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം പോലെ വായിക്കണം. കാരണം വായിക്കുന്ന വചനം എന്റേതല്ലാത്തതുകൊണ്ടാണ്. ഞാൻ എഴുതിയൊരു പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വായിച്ചാൽ മതി, അതിനുള്ള ക്വാളിറ്റി അതിനുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ വചനം വായിക്കുന്നവൻ വായിക്കേണ്ട പോലെ വായിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്ന ദൂതന്മാരുടെ അറ്റൻഷൻ നിങ്ങൾ കാണണം. വചനം പറയുന്ന ദൈവം ഒരു ദൂത് ഏൽപ്പിച്ചു വിടുന്ന ദൂതന്റെ റെസ്പോൺസ്. നിങ്ങൾ ഈ മിലിറ്ററിയിൽ കണ്ടിട്ടുണ്ടോ? ഈ മിലിറ്ററി നമുക്ക് തോന്നും ഒരു മനുഷ്യൻ, ചോരയും നീരുള്ള ഒരു മനുഷ്യനെ മറ്റൊരു ചോരയും നീരുള്ള ഒരു മനുഷ്യൻ ഹോണർ ചെയ്യുന്ന രീതി സല്യൂട്ട് ചെയ്യുന്നു. അവർ പോകുമ്പോൾ അറ്റൻഷനായി നിൽക്കുന്നു, ശ്വാസം പോലും വിടാതെ നിൽക്കുന്നു, ബ്രിസ്കായിട്ട് അങ്ങനെ അങ്ങ് നിൽക്കുന്നു, ഫ്രീസായിട്ട് അങ്ങനെ അങ്ങ് നിൽക്കുന്നു. ആ മിലിറ്ററി ചട്ടം, മിലിറ്ററി ചിട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അത്ഭുതത്തോടെ ചില സമയം നോക്കി നിന്നിട്ടുണ്ട്. അവരുടെ ജീവിത ശൈലി, അവരുടെ രീതികൾ, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും, അവരുടെ ഫുഡ് സഹിതം ഭയങ്കര ചിട്ടയ്ക്കകത്ത് ചിട്ടപ്പെടുത്തിയതാണ്. ഈ മിലിറ്ററി ലൈഫ് വേണം സുവിശേഷം പ്രസംഗിക്കുന്നവനും സുവിശേഷം വിശ്വസിക്കുന്നവനും കീപ്പപ്പ് ചെയ്യാൻ. ഗിവപ്പ് ചെയ്യാനല്ല പറഞ്ഞ, കീപ്പപ്പ് ചെയ്യാനാ പറഞ്ഞ. ക്രിസ്തീയ ജീവിതത്തിനകത്ത് വി ആർ ആർമേഴ്സ്. നമ്മൾ ഭടന്മാരാണ്, ദൈവത്തിന്റെ ഭടന്മാരാണ്. ഒരു ക്രിസ്തീയ തത്വവും ക്രിസ്തീയ ചിട്ടയും ഈ ബൈബിൾ പറയുന്നതനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുന്നവനാണ് ദൈവത്തിന്റെ സേനകൾ. ദൈവത്തിന്റെ സേനകൾ അവിടെ ആ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മുടെ ഭക്ഷണത്തിന് ഒരു ലെവൽ ഉണ്ടായിരിക്കും, നമ്മുടെ സംസാരത്തിനൊരു രീതി ചിട്ടയുണ്ടായിരിക്കും, നമ്മുടെ പ്രതികരണങ്ങൾക്കൊരു ചിട്ടയുണ്ടായിരിക്കും, നമ്മുടെ ജീവിത ശൈലിക്കൊരു ചിട്ടയുണ്ടായിരിക്കും. കുത്തഴിഞ്ഞ ജീവിതം ആയിരിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞ എൻ്റെ സാരം. പ്രൈസ് ടു ജീസസ്. ഒരു പട്ടാളത്തിൽ ഇത്ര ചിട്ടയാണ്. കാരണം അവരുടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് അത്ര ശക്തമാണ്. പട്ടാളത്തിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, മിലിറ്ററിയിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ അവരുടെ ഡ്യൂട്ടിയിൽ അവർ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള അവരുടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ മേലധികാരി പറയുന്നത് തന്നെയായിരിക്കും. പിന്നെ അവനൊത്തു, പിന്നെ അവന്റെ ജീവിതം വേറൊന്നുമല്ല, അവന്റെ പണിഷ്മെന്റ് അത്ര സ്ട്രിക്റ്റ് ആണ്. സോ അവരുടെ കമാൻഡ്മെന്റ്സ് അത്ര പവർഫുൾ ആയിട്ടാണ് അവർ റിസീവ് ചെയ്യുന്നതും ഒബേ ചെയ്യുന്നതും. സെയിം വേ ക്രിസ്തീയ ജീവിതത്തിന്റെ ആർമിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൽപ്പനകളെ എങ്ങനെ സ്വീകരിക്കുന്നു? ദൂതന്മാരെ കണ്ട് നമ്മൾ പഠിക്കുകയാണ്. കാരണം ദൈവം ദൂതനെ കുറിച്ചാണ് പറയുന്നത്. നോക്കിക്കേ, അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും, അതുകൊണ്ട് ഞാൻ തന്നെ യാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അന്ന് അറിയും. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. കണ്ടോ? സുവിശേഷത്തിനകത്ത് ഒരു സമാധാനമുണ്ട് പ്രിയപ്പെട്ടവരെ. സുവിശേഷത്തിനകത്ത് ഒരു സമാധാനമുണ്ട്. സുവിശേഷത്തിനകത്ത് ഒരു വിടുതലുണ്ട്. സുവിശേഷത്തിനകത്ത് ഒരു ഡെലിവറൻസ് ഉണ്ട്. സുവിശേഷത്തിനകത്ത് ഒരു പണിയുണ്ട്. അതുകൊണ്ട് യേശു തന്നെ തന്റെ ശുശ്രൂഷ കാലയളവിൽ ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യം കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യേശു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഞാൻ പറയുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ അങ്ങനല്ലായിരുന്നു, ആദിയിൽ അങ്ങനല്ലായിരുന്നു.
യേശു പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് ചിലർക്കെങ്കിലും അത് ചിലപ്പോൾ ആ ഒരു വചനത്തിനകത്ത് സംശയം വരാൻ സാധ്യതയുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തുടക്കം. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു ഏതു കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. അപ്പോ ഉടൻ അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തല്ലോ എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കുവാൻ മോശെ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ ഭാര്യ ഉപേക്ഷിക്കുവാൻ മോശെ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. കണ്ടോ, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഒരു ഫാമിലി ആക്കിയത് ആദിയിൽ ദൈവത്തിന്റെ കോൺസെപ്റ്റ് അങ്ങനെ അല്ലാത്തതുപോലെ തന്നെ ഇപ്പോഴും ദൈവത്തിന്റെ കോൺസെപ്റ്റ് അങ്ങനെയല്ല. നിങ്ങൾ പിരിയണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല. നിങ്ങൾ രണ്ടാകണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. കാരണം ആദിയിൽ എല്ലാം യൂണിറ്റി ആയിരുന്നു, പരസ്പരം ഇന്റഗ്രേറ്റഡ് ആയിരുന്നു, സംയോജിച്ച് ദൈവവചനവും മനുഷ്യനും തമ്മിലുള്ള ഒരു സംയോജന ഫലമായിരുന്നു ആ തോട്ടത്തിനകത്തുള്ള പ്രകാശം. പക്ഷേ എന്ന് മനുഷ്യനിൽ നിന്ന് യൂണിറ്റി നഷ്ടപ്പെട്ടോ അന്ന് മുതൽ മനുഷ്യന് തിരിച്ചറിവില്ലാത്തൊരവസ്ഥയിലായി തീർന്നു. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോയത് പുനഃസ്ഥാപിക്കുക എന്നതാണ്. നഷ്ടപ്പെട്ടു പോയത് പുനഃസ്ഥാപിക്കുക. അതിനെക്കുറിച്ച് യേശു പറയുന്നത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. പ്രൈസ് ടു ജീസസ്. ഇന്നാണ് ആ ദിവസം, ഇന്നാണ് ആ കാലം. കർത്താവായ യേശുവിനെ ആ കാട്ടുമൃഗങ്ങളോടുകൂടെ 40 ദിവസം ഒരേ സമയം കാട്ടുമൃഗങ്ങളോടും അതേസമയം പിശാചിനോടും മല്ലയുദ്ധം ചെയ്യാൻ പിതാവ് ആത്മാവിൽ അഭ്യസിപ്പിച്ചതിന്റെ പരിണിത ഫലമാണ് പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ എന്നോടും നിങ്ങളോടും പറയുകയും ആ അധികാരം നമ്മുടെ മേൽ പകരുകയും ചെയ്തതിന്റെ സാരം, ഓ ജീസസ്, ആ ദൈവരാജ്യത്തിനകത്തുള്ള ഒരു ശക്തമായ ഒരു കൈമാറ്റമാണ്. അധികാരം മനുഷ്യനിലേക്ക് വീണ്ടും ഏൽപ്പിച്ചു, അധികാരം മനുഷ്യനിലേക്ക് വീണ്ടും ഏൽപ്പിച്ചു. ഇന്ന് ഏതൊക്കെയോ മേഖലകളെ ജയിക്കാൻ കഴിയാതിരിക്കുന്നില്ലേ സഹോദരി? ഇന്ന് ഏതൊക്കെയോ മേഖലകളെ ജയിക്കാൻ കഴിയാതിരിക്കുന്നില്ലേ സഹോദര? അധികാരം നിന്നെ ഇന്ന് രാത്രി ദൈവം ഏൽപ്പിക്കുകയാണ്. അധികാരം നിന്നെ ഇന്ന് രാത്രി ദൈവം ഏൽപ്പിക്കുകയാണ്. നീ ഏതനിൽ നഷ്ടപ്പെടുത്തിയത് ഇതാ ഈ പുതുനിയമത്തിൽ ഈ ഒക്ടോബർ മാസം 16-ാം തീയതി ദൈവം നിനക്ക് മടക്കി തരികയാണ്. ആമേൻ, ആമേൻ. ആ കാട്ടുമൃഗങ്ങളുടെ സകല വിഷത്തെയും ജയിക്കാൻ തക്കവണ്ണം ആമേൻ പ്രാഗൽഭ്യം നേടിയവൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ തക്കവണ്ണം മരുഭൂമിയിൽ വെച്ച് പ്രാഗൽഭ്യം നേടിയവൻ പുതുനിയമ സഭയോട് പറയുന്നു, പാമ്പിനെയും തേളിനെയും അവൻ അവിടെ കണ്ടു. ആ കാട്ടുമൃഗങ്ങൾക്കിടയിൽ ഈ പാമ്പിനെ എന്റെ യേശു കണ്ടു, പാമ്പിന്റെ സ്വഭാവത്തെ എന്റെ യേശു കണ്ടു, തേളിനെ യേശു കണ്ടു. പാമ്പ് മുന്നിന്ന് കൊത്തുമ്പം തേള് പിന്നിന്ന് കൊത്തും. പാമ്പ് മുന്നിന്ന് കൊത്തുമ്പം തേള് പിന്നിന്ന് കൊത്തും. നിന്റെ മുന്നിലൂടെയും നിന്റെ പിന്നിലൂടെയും വരുന്ന, നിന്റെ മുന്നിലൂടെയും നിന്റെ പിന്നിലൂടെയും വരുന്ന സകല വിഷത്തെയും, വിഷകരമായതിനെയും, സകല ബന്ധനങ്ങളെയും, സകല പരാക്രമങ്ങളെയും ജയിക്കാൻ ഇന്ന് രാത്രി യേശു നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഇന്ന് രാത്രി യേശു നിന്നെ തൊടുന്നു. Come on. ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ,
ഇന്നും ജീവിക്കുന്നു യേശുവേ. അപ്പാ, ഈ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. വിശ്വസിക്കുന്നു, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദിയിൽ എങ്ങനെയായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, ഞാനതൊരു പറഞ്ഞ് അവസാനിപ്പിക്കും. മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി മനുഷ്യന്റെ അസ്ഥിയിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. മനുഷ്യൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ യേശു മാറിയിരുന്നു. അവർക്ക് എന്ത് പേരിടും എന്ന്, മനുഷ്യൻ എന്ത് പേരിടും എന്ന് കാണാൻ ദൈവം മാറിയിരുന്നു. നീ നിന്റെ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാൻ ദൈവം മാറി നിൽക്കുകയാണ്. വചനമാ പറയുന്നത്, മനുഷ്യൻ അതിനെന്ത് പേരിടുമെന്ന് കാണാൻ. അങ്ങനെ വചനം പറയുന്നേ, ദൈവം മാറി നിന്നു. ആത്മാവ് നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പ്രവചിച്ചു പറഞ്ഞു, ഇത് നരനിൽ നിന്ന് എടുത്ത് ഇവളെ ഉണ്ടാക്കുകയാൽ ഇവന് നാരി എന്ന് പേർ വിളിക്കപ്പെടും എന്ന് മനുഷ്യൻ പ്രവചിച്ചു പറഞ്ഞു. വചന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. നരനിൽ നിന്ന് ഇവളെ എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് വിളിക്കപ്പെടും. ദൈവം നീ നാരി എന്ന് വിളിക്ക്, ഞാൻ ഇങ്ങനെയാ, നീ ഉറങ്ങിയപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളാ എന്നൊന്നും പറഞ്ഞു കൊടുത്തില്ല. ദൈവം ചെയ്യേണ്ടത് ചെയ്തിട്ട് മനുഷ്യൻ അതിനെ ഗ്രഹിക്കാൻ വേണ്ടി ദൈവം മാറി നിന്നു. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ട കുഞ്ഞെ, കുടുംബമേ, നിന്റെ സമയം വന്നോ എന്ന് നീ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ വിടുതലിന്റെ ദിവസം ഇനി അടുത്ത ഒക്ടോബർ 16-നാണോ അല്ല അത് ഇന്ന് തന്നെയാണോ എന്ന് നിങ്ങൾ പ്രവചിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു പക്ഷേ അന്യരാജ്യത്തിൽ നിന്നായിരിക്കാം എന്നെ കാണുന്നത്. നിങ്ങൾ കുടുംബത്തോടുകൂടെ അല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഉപജീവന കാര്യങ്ങളാൽ നിങ്ങൾ മറ്റൊരു രാജ്യത്തായിരിക്കാം. എന്നിട്ടും നിങ്ങളുടെ ബന്ധം നിലനിൽക്കുന്നത് ഒരു വിശ്വാസത്തിലാണ് എന്നതുപോലെ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ അരിമ കർത്താവുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നതും ഇതുപോലെ ഫെയ്ത്തിലാണ്, ഇതുപോലെ വിശ്വാസത്തിലാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ എല്ലാ അശുദ്ധിയും, എല്ലാ അതിരാഗവും, എല്ലാ ദ്വന്ദ്വപക്ഷവും, എല്ലാ പാപക്കറകളും വെടിഞ്ഞ് ഇന്ന് രാത്രിയിൽ ആ ദൈവരാജ്യത്തിനായി ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങളെ ഒന്ന് ഒരുക്കാൻ, ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ആ കാന്തയാകുന്ന മണവാട്ടിയായി നിനക്കൊന്ന് മാറാൻ, കർത്താവിനെ എതിരേൽക്കാൻ എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, നീയും ആ കൂട്ടത്തിൽ വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാലം തികഞ്ഞിരിക്കുന്നു. നാളെ അല്ല ഞാൻ മാനസാന്തരപ്പെടേണ്ടത്, ഇന്നാണ് ഞാൻ മാനസാന്തരപ്പെടേണ്ടത്. നാളെ അല്ല ഞാൻ പുതു തീരുമാനമെടുക്കേണ്ടത്, ഇന്ന് ഈ മെസ്സേജിന്റെ മുന്നിലാണ് ഞാൻ പുതിയ തീരുമാനമെടുക്കേണ്ടത്. നാളെ അല്ല ഞാൻ കർത്താവിന് വേണ്ടി ഒരുങ്ങാൻ, നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുത്തിരുന്ന് പ്രാർത്ഥിക്കാം. അല്ല, നീ ഇന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് വരാൻ സമയമായി, യേശു വരാൻ സമയമായി, മദ്യപാനമേഹത്തിൽ അവൻ വെളിപ്പെടാൻ സമയമായി. ദൂതന്മാർ അതിനുവേണ്ടി കാഹളം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂതന്മാർ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെട്ടാലുടൻ കാഹളമൂതുവാൻ ദൂതന്മാർ സദാസമയം ഉറക്കളച്ച് അവർ കാതോർത്തിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നതിന്റെ കാരണം, ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നതിന്റെ കാരണം യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിന്റെ റൂമിലുണ്ട്, അവൻ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തുണ്ട്. യേശു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞെ, നിന്റെ കടഭാരം മാറാത്തത് കൊണ്ട് യേശു നിന്നെ സ്നേഹിക്കുന്നില്ലെന്നില്ല. കുഞ്ഞെ, ഈ കടഭാരം മാറിയാലും നീ ലോണ് വീട്ടിയാലും നിനക്ക് ആ വീടും എടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഭവനത്തിൽ പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അതിന്മേലൊരു വലിയ വിടുതൽ ഇപ്പോൾ സഡൻ ആയിട്ടുള്ളൊരു വിടുതൽ നടക്കാത്തത്. നീ അത് കൊടുക്കണം, നിശ്ചയമായിട്ടും വാങ്ങിയ കാശ് കൊടുക്കണം, നീ കൊടുക്കും, അതും എനിക്കറിയാം. പക്ഷേ ഞാൻ പറയുന്ന പ്രയോറിറ്റി കൊടുക്കേണ്ടത് കർത്താവിന്റെ വരവിനാണ്. ഒരുക്കുക. ഇന്ന് രാത്രിയിൽ ഈ വചനം നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങളുടെ വിടുതലുകളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ്.
നിനക്ക് ജോലി കിട്ടാത്തത് കൊണ്ട് നീ അന്നം കഴിക്കാതിരിക്കുന്നുണ്ടോ? നിന്റെ ലോൺ അടഞ്ഞു തീരാത്തത് കൊണ്ട് നീ വീട്ടിൽ പാർക്കാതെയും ഇരിക്കുന്നില്ലല്ലോ. കേട്ടെ, നോക്കിക്കേ, നിനക്ക് വിദേശത്ത് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നീ ഈ ഭൂമിയിൽ ജീവിക്കാതിരിക്കുന്നു ഇല്ലല്ലോ. അപ്പോൾ നീ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിക്കും, ജോലി ഇവിടെ ഉപേക്ഷിക്കും, സമ്പത്ത് ഇവിടെ ഉപേക്ഷിക്കും, അക്കൗണ്ട് ഇവിടെ ഉപേക്ഷിക്കും. പക്ഷെ സ്വർഗത്തിൽ ഒരു അക്കൗണ്ട് തുറന്ന് അവിടെ നിക്ഷേപമുള്ളവൻ അവിടെ പോയി എടുത്തുപയോഗിക്കാം. സ്വർഗത്തിൽ ഒരു അക്കൗണ്ട് തുറന്ന് അവിടെ നിക്ഷേപമുള്ളവന് പണമല്ല കുഞ്ഞെ വലുത്, പണം വേണം, പണമല്ല വലുത് കേട്ടോ. മനുഷ്യബന്ധങ്ങളാണ് വലുത്, മനുഷ്യബന്ധങ്ങളാണ് വലുത്. പരുന്തിനു മീതെ പരുന്തും പറക്കത്തില്ലായിരിക്കും, പണത്തിനു മീതെ പരുന്തും പറക്കത്തില്ലായിരിക്കും. പക്ഷേ പണത്തിനു മീതെയും പരുന്തിനു മീതെയും എൻ്റെ ദൈവവചനം ചലിക്കും. പരുന്തിനു മീതെയും പണത്തിനു മീതെ. ചിലർക്ക് സുവിശേഷം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പണം വിട്ടൊരു കളിയില്ല. കാരണം നിന്റെ ഹൃദയം ഒരിടത്ത് കുടുക്കിയിട്ടിട്ടാണ് നീ സുവിശേഷം കേൾക്കുന്നത്. മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാലും നീ ആ മേഖലയിൽ മാനസാന്തരപ്പെട്ടിട്ടില്ല. ആ മേഖലയിൽ മാനസാന്തരപ്പെട്ടിട്ട്, മാനസാന്തരം എന്ന് പറഞ്ഞാൽ സകല മേഖലകളിലും സംഭവിക്കേണ്ടതാണ്. ചിലർക്കൊരു കാര്യമുണ്ട്, പകുതി ലോകം 8 മണി വരെ അച്ചച്ച എന്നൊക്കെ പറഞ്ഞാലും 7:59 വരെ ഞാൻ കടിച്ചു പിടിച്ചിരുന്ന മെസ്സേജ് കേൾക്കാം. പക്ഷെ 8 മണിയാകുമ്പോൾ ഏഷ്യാനെറ്റി ഒരു സീരിയലുണ്ട്, 8:30 ആകുമ്പോൾ സൂര്യയിൽ ഒരു സീരിയലുണ്ട്, 9 മണിയാകുമ്പം അതിലൊരു സീരിയലുണ്ട്. ആ പ്രോഗ്രാം അല്ലെ സീരിയൽ അല്ലെങ്കിൽ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും സംഭവം അത് കാണാതെ എൻ്റെ പൊന്നമ്മാമേ ഈ സംഭവങ്ങൾ വിട്ടേച്ചല്ലാതെ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുകയല്ല. അപ്പൊ ഞാൻ TV കാണണ്ടേ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ വചനാടിസ്ഥാനത്തിലല്ലേ സംസാരിക്കുന്നു. മാനസാന്തരം എന്ന് പറയുമ്പം സുവിശേഷത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്ന എന്തുണ്ടോ അപ്പൊ എനിക്ക് മാനസാന്തരം വന്നിട്ടില്ല. എന്ന് വെച്ചാൽ സുവിശേഷത്തെയും എന്നെയും തമ്മിൽ വേർപിരിക്കാൻ കഴിയാത്ത ഒരു ബന്ധം എനിക്ക് വരുന്നതാണ് മാനസാന്തരം. സുവിശേഷം എന്ന് ഞാൻ പറയുമ്പോൾ ക്രിസ്തു, വചനം. ഹല്ലേലൂയ. എന്തൊക്കെ പറഞ്ഞാൽ 8 മണിയാകുമ്പം പുള്ളിക്കാരൻ അന്നം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകും. പുള്ളിക്കാരന് 2 കൈയും 2 കാലും ദൈവം കൊടുത്തിട്ടില്ല, കോരിയിട്ട് കഴിക്കാൻ പാടില്ല. അപ്പൊ അവിടെയും എനിക്ക് ഡീവിയേഷൻ എടുക്കാൻ വയ്യ. മാനസാന്തരം എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കാര്യം ഞാൻ 2 വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതുവരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിനുശേഷം എന്നെ കിട്ടുകയല്ല, സുവിശേഷ പ്രസംഗം കേൾക്കാൻ എന്നെ കിട്ടുകയല്ല. മാനസാന്തരം സംഭവിച്ചിട്ടില്ല. നിന്റെ കണ്ണിനെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാനസാന്തരം സംഭവിച്ചിട്ടില്ല. നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാനസാന്തരം സംഭവിച്ചിട്ടില്ല. നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാനസാന്തരം സംഭവിച്ചിട്ടില്ല. കാലം തികഞ്ഞു. ഇന്ന് രാത്രിയും കർത്താവ് വരാം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, വിശ്വസിപ്പിൻ. ഒരുക്കുക കാന്തയെ, നിന്നെ തന്നെ ഒരുക്കുക. സഭയെ നിന്നെ തന്നെ ഒരുക്കുക, നിന്നെ തന്നെ ഒരുക്കുക, നിന്നെ തന്നെ ഒരുക്കുക. കാന്തൻ വരാൻ സമയമായി, യേശു വരാൻ സമയമായി. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെ ഇല്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിടാം. അപ്പാ, പ്രാണപ്രിയനെ, ഞങ്ങളുടെ യേശു കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേട്ട ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ പപ്പാ, ഈ സുവിശേഷം പ്രസംഗിക്കുന്ന സുവാർത്ത ദൂതന്റെ കാല് പർവ്വതത്തിൽ
കുത്തിയപ്പോൾ ആ പർവ്വതം പോലും ശ്രദ്ധിക്കപ്പെട്ടെങ്കിൽ, എത്ര മനോഹരമായ സുവാർത്താദൂതന്റെ പാദം ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലും ഒന്ന് ആ കാല് കുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിലും ആ കാലൊന്ന് അങ്ങ് കുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അവസ്ഥകളിലേക്ക് അങ്ങയുടെ കാല് കുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഇന്ന് പാപികളായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപത്തിന്റെ മ്ലേച്ഛതകളിൽ പെട്ടുപോയോ, കുഞ്ഞെ, നിന്നെ യേശു വെറുക്കുന്നില്ല. പാപത്തിന്റെ ആസക്തിയിൽ നിനക്ക് പുറത്തു വരാൻ കഴിയുന്നില്ലേ? നിന്നെ യേശു വെറുക്കുന്നില്ല. നിനക്ക് പാപം ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നീ വീണ്ടും വീണ്ടും പാപം ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണോ, നിന്നെ യേശു വെറുക്കുന്നില്ല. എത്ര തന്നെ നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങളുടെ നാവ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ? യേശു നിന്നെ വെറുക്കുന്നില്ല. യേശു നിന്നെ വെറുക്കുന്നില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് പുറത്തു വരാൻ കഴിയാത്ത സകലത്തിൽ നിന്നും, സകല തിന്മയിൽ നിന്നും, സകല അടിമത്തത്തിൽ നിന്നും, സകല ഹാബിറ്റ്സിൽ നിന്നും യേശു നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി നിന്റെ ഹൃദയം ഒന്ന് സമർപ്പിക്കാമോ? ആ ഹൃദയം ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? നീ ഒരുപക്ഷെ സ്നാനമേറ്റ വ്യക്തിയായിരിക്കാം, പക്ഷെ മാനസാന്തരം എന്ന ഫലം നീ കായ്ച്ചിട്ടുണ്ടാകത്തില്ല. ഒരുപക്ഷെ നീ സ്നാനക്കടവിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ടാണ് ദൈവം ഇന്ന് നിന്നെ ഈ വചനം കേൾപ്പിക്കുന്നത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഈ ഭൂമിയിൽ അപ്പൻ നിങ്ങൾക്കുണ്ടാക്കിയ ഭവനത്തെക്കാളും, അമ്മ നിങ്ങൾക്കുണ്ടാക്കി തന്ന ഭവനത്തെക്കാളും മനോഹരമായ കൈപ്പണിയല്ലാത്ത ഒരു ഭവനത്തിലേക്ക് യേശു കൊണ്ടുപോകാൻ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ തെളിവുകളും ലക്ഷണങ്ങളും ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ യേശു എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിക്കാൻ സമയമായി. അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ സഭയെ നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കും. ഇന്ന് രാത്രിയിൽ, കർത്താവേ, എനിക്ക് പാപത്തിൽ നിന്ന് പുറത്തു വരണം. എനിക്ക് മാനസാന്തരമില്ലാത്ത അനുഭവത്തിൽ സുവിശേഷം പ്രസംഗിക്കണ്ട. എനിക്ക് മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണ്ട. എനിക്ക് മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ എനിക്കൊരു ദൂത് റിസീവ് ചെയ്യണ്ട എന്നൊരു തീരുമാനമെടുക്കുന്നവർ, ഇനി എനിക്ക് പാപം വേണ്ട, എനിക്ക് ലോകം വേണ്ട, എനിക്ക് അടിമത്തങ്ങൾ വേണ്ട. ടി വി നിന്നെ സ്വാധീനിക്കുന്നുണ്ടോ? നീ ഒരു അടിമയാണ്, നീ ഒരു സ്ലേവാണ്, നീ ഒരു അടിമയാണ്. ടി വി നിന്നെ സ്വാധീനിക്കുന്നുണ്ടോ? നീ ഒരു അടിമയാണ്. പത്രം നിന്നെ സ്വാധീനിക്കുന്നുണ്ടോ? നീ ഒരു അടിമയാണ്. ഫോൺ നിന്നെ സ്വാധീനിക്കുന്നുണ്ടോ? നീ ഒരു അടിമയാണ്. ഇരുളിന്റെ മറവ് നിന്നെ സ്വാധീനിക്കുന്നുണ്ടോ? നീ ഒരു അടിമയാണ്. ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, നീ ഒരു അടിമയാണ്. എന്തൊക്കെ നിന്നെ സ്വാധീനിക്കുന്നോ അതെല്ലാം നിന്നെ അടിമപ്പെടുത്തും. ഈ അടിമത്തം പൊട്ടി പുറത്തു വന്നിട്ടില്ല എന്ന് സാത്താൻ അറിയുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ ഫലം കായ്ക്കാൻ കഴിയില്ല, മാനസാന്തരത്തിന്റെ ഫലത്തിലെത്താനും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു നിന്റെ അടുത്ത് വന്നിട്ടുണ്ട് സഹോദരി, വന്നിട്ടുണ്ട് സഹോദര. ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? പറഞ്ഞ് യേശു അപ്പായോടൊന്ന് പറഞ്ഞ്, പാസ്റ്ററോടല്ല, യേശു അപ്പായോടൊന്ന് പറഞ്ഞു, അപ്പാ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. ഞാൻ അറിയുന്നു, എൻ്റെ ബൈബിളിൽ ഈ വചനം കിടന്നിട്ടും ഞാനത് ഗ്രഹിക്കേണ്ട പോലെ ഗ്രഹിച്ചില്ല. എന്നാൽ ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു പിതാവേ. പറഞ്ഞേ, നിങ്ങളുടെ വായ് കൊണ്ട് പറയും, നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് സംസാരിക്കുക, നിങ്ങളുടെ മനസ്സുകൊണ്ട് സംസാരിക്കുക, നിങ്ങളുടെ അധരം കൊണ്ട് സംസാരിക്കുക. പറയും, ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ 2-3 പേരൊക്കെ ഇരുന്നാണ് നിങ്ങൾ ഈ മെസ്സേജ് ഒരു കുടുംബമായിട്ടിരുന്നാണ് കേൾക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർ കേൾക്കെ നിങ്ങൾക്ക് ചിലത് ഏറ്റു പറയാൻ കഴിയത്തില്ല. സോ നിങ്ങൾ കണ്ണുനീര് കൊണ്ട് സംസാരിക്കുക, നിങ്ങൾ മനസ്സുകൊണ്ട് സംസാരിക്കുക. അല്ല, ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കുക. ദൈവം നിന്റെ ഹൃദയം അറിയുന്ന വ്യക്തിയാണ്. നിന്റെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ വന്നുപോയ ഏത് പാപവും ദൈവം നിന്നോട് ക്ഷമിക്കും. ഇന്ന് രാത്രി ഒരു പുതിയ ജീവിതം കർത്താവ് നിനക്ക് തരികയാണ്. സഹോദര, ഒരുപക്ഷെ അതിനായിരിക്കാം ഇന്നാദ്യമായി നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത്. സഹോദരി, ഒരുപക്ഷെ അതിനായിരിക്കാം നിങ്ങൾ ഈ സമയം വരെ ദൈവം ഇതിനകത്ത് നിർത്തിയത്. കമോൺ. ചില നിമിഷങ്ങൾ ആ ഹൃദയത്തെ ഒന്നറിയാൻ, യോബ് പറഞ്ഞ പോലെ എൻ്റെ അന്തരംഗങ്ങളെ ശോധന ചെയ്യാൻ, ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ അന്തർഭാഗങ്ങളെ ആരാഞ്ഞറിയാൻ നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ വരവാസന്നമായി, യേശുവിൻ്റെ വരവാസന്നമായി, കർത്താവിൻ്റെ വരവാസന്നമായി, കർത്താവ് വാനമേഘങ്ങളിൽ വരാൻ ആസന്നമായി. ആമേൻ. ആ ശബ്ദം കേൾക്കുമ്പോൾ
നമുക്കെല്ലാവർക്കും കരുണാമയനാകുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി യുഗായുഗങ്ങളോളം നോക്കിക്കേ. നിങ്ങൾക്ക് ഇവിടെ കഷ്ടത അനുഭവിച്ചതുപോലെ അവിടെ കർത്താവിനോടുകൂടെ ആരാധിക്കാൻ, ഒരുമിച്ച് ആരാധിക്കാൻ, ആ ദൈവരാജ്യം, ഇരുട്ടില്ലാത്ത രാജ്യം, എപ്പോഴും ആരാധനയുള്ള രാജ്യം, എപ്പോഴും സ്തുതിപ്പിന്റെ ശബ്ദകമ്പനങ്ങളുള്ള രാജ്യം, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, പല്ലുകടിയില്ലാത്ത, കുറ്റപ്പെടുത്തലില്ലാത്ത ആ രാജ്യത്തിലേക്ക് പോകാൻ ഇന്ന് രാത്രിയിൽ സ്വർഗം ഒരുക്കുകയാണ്. ചിലരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം. അവിടെ ഹൃദയം മഞ്ഞുരുകുന്നത് പോലെ ഉരുകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഒരുപാട് യൂട്യൂബ് വ്യൂവേഴ്സിന്റെ ഹൃദയം മഞ്ഞുരുകുന്നത് പോലെ ഉരുകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്ത പാപം ഇപ്പോൾ പരിശുദ്ധാത്മാവ് മുന്നിൽ കൊണ്ടുവരുന്നെങ്കിൽ ഏറ്റു പറഞ്ഞത് ഉപേക്ഷിക്കുക. നീ ഒറ്റയ്ക്ക് ചെയ്ത പാപം, നീ കൂട്ടുചേർന്ന് ചെയ്ത പാപം എല്ലാം എന്റെ ദൈവം ക്ഷമിക്കും കുഞ്ഞേ. കാരണം വചനം പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കമോൺ, നിന്റെ ചെറുപ്പകാലത്ത് ചെയ്തത്, നിന്റെ നല്ല പ്രായത്തിൽ ചെയ്തത്, നിന്റെ വാർദ്ധക്യത്തിൽ ചെയ്തത്, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഏറ്റുപറയ. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. പിതാവേ, ഈ രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ ഈ സുവിശേഷം കേട്ടുകൊണ്ടിരുന്ന ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ കരുണാമയനായ ദൈവമേ, നിന്റെ പാപം എത്ര കടുംചുവപ്പായാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞ ദൈവമേ, ഇവരുടെ എല്ലാ കൃത്യങ്ങളും, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ എല്ലാ പാപങ്ങളും, എല്ലാ കൃത്യങ്ങളും, എല്ലാ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞതിന് ഉപേക്ഷിക്കുകയാണ്. അതിന് ഞങ്ങളുടെ മേലുള്ള സ്ട്രോങ് ഹോൾസിനെ ഇന്ന് രാത്രി യേശുവിന്റെ ആത്മാവ് തകർത്ത് കളയണമേ. അഭാവത്തിന്റെ ചങ്ങലകൾ പൊട്ടട്ടെ, അശുദ്ധിയുടെ കയറുകൾ അറുക്കപ്പെടട്ടെ, ദൈവത്തോട് വിഘടിപ്പിക്കുന്ന സകല മേഖലകളും തകരട്ടെ. എന്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം, എന്റെ ഹിതമല്ല കർത്താവേ, നിന്റെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പിതാവേ, ഞാൻ ഈ സഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, സുവിശേഷത്തിൻ്റെ ഫലം കായ്ക്കുക. അത്യുന്നതനാകുന്ന ദൈവം ഇന്നത്തെ വചനത്താൽ നിങ്ങളെ ശക്തമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് കർത്താവ് അയച്ചിട്ടുണ്ട്. ഈ മിനിസ്ട്രി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്കും ഞങ്ങളുടെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് അങ്ങ് ഞങ്ങളുടെ മീറ്റിംഗ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും വൈകുന്നേരം പരിശുദ്ധാത്മ നിയോഗത്തോടെ കൃത്യം 6:30 മണി മുതൽ 8 മണി വരെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് നടത്തപ്പെടുന്നു. ദൈവം അനേകരെ ഈ കാലഘട്ടത്തിൽ ദൈവവേലയ്ക്കായി എഴുന്നേൽപ്പിക്കുന്നു, പാപികളെ മാനസാന്തരപ്പെടുത്തുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. എല്ലാം ദൈവം ചെയ്യുന്നത്
ഈ വിർച്വൽ മീറ്റിങ്ങിലൂടെയാണ്. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. അവൻ്റെ നാമം മാത്രം ഉയരണം. യേശു, ഞാനോ കുറയണം, അവനോ വളരണം. ഞാനോ കുറയണം, അവനോ വളരണം. ഈ ഒരൊറ്റ ആശയിൽ ഞങ്ങൾ ഈ മിനിസ്ട്രി നടത്തുന്നു. നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഉറപ്പായും ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണിക്ക് ഇന്ത്യൻ സമയം 6:30 മണി മുതൽ 8 മണി വരെ ഞങ്ങളുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നു. ദയവായി എല്ലാ ദിവസവും ജോയിൻ ചെയ്താട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതി രേഖപ്പെടുത്തുക. അതിനേക്കാളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ നമ്പറുണ്ട്, പ്രെയർ ലൈൻ നമ്പറുണ്ട്. ആ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങളൊന്ന് കുറിച്ചിടുക, അല്ലെങ്കിൽ ഒരു വോയിസ് അയക്കുക, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ, അല്ലെങ്കിൽ അങ്ങനെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നൊന്നും പറയുമ്പോൾ അത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കായി ഞാൻ എൻ്റെ ആ നമ്പർ ഷെയർ ചെയ്യാം. അതിലും നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ, ഈ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ, നിങ്ങളെ ദൈവം സ്വാധീനിക്കുന്ന വിധങ്ങളെല്ലാം ഞങ്ങൾക്കറിയാൻ ഒത്തിരി താല്പര്യമുണ്ട്. സോ നിങ്ങൾ ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായും അതൊരു വളരെ സന്തോഷകരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഈ നമ്പറിൽ വിളിച്ചറിയിക്കാവുന്നതാണ്. ഉറപ്പായും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങൾ മറന്നു പോകരുത്, നമ്മുടെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. എല്ലാ ദിവസവും നടക്കുന്ന പോലെ തന്നെ, എല്ലാ ദിവസവും മീറ്റിംഗ് നടക്കുന്ന അതേ സമയം തന്നെയാണ്. 6:30 മണി മുതൽ 8 മണി വരെ തന്നെയാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയും നടത്തപ്പെടുന്നത്. നിങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന അഭിഷിക്തർ നമ്മളെ ശുശ്രൂഷിക്കാനായി വരുന്നുണ്ട്. നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ ഈ മീറ്റിംഗ് ഒക്കെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവം അതിന് അനുവദിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ അതും ചെയ്യുക എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപയുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് തമ്മിൽ കാണാം. എന്നെയും എൻ്റെ കുടുംബത്തെയും മിനിസ്ട്രിയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളേവരെയും സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും ആശ്വാസത്തോടെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഇന്ന് ഈ യൂട്യൂബിലും സൂമിലും ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടും, സകല വിശുദ്ധന്മാരോടും, കേട്ട വചനത്തോടും കർത്താവിൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് തമ്മിൽ കാണുന്നത് വരെ തൻ്റെ തങ്കച്ചിറകിൻ കീഴിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.